ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ലിൻസ സിറാജ്. യുവാക്കൾ അറിവ്, നൈപുണ്യം, നൂതനാശയം എന്നിവയെ രാഷ്ട്രനിർമ്മാണത്തിനായി വിനിയോഗിക്കണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. തമിഴ്നാട്ടിലെ കാട്ടാംകുളത്തൂരിൽ SRM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ 22ാമത് ബിരുദദാന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. 2047ഓടെ ഇന്ത്യയെ വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിന് യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരുടെ ശാക്തീകരണം അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാജസ്ഥാനിലെ അൽവറിൽ വിവിധ വികസന പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ഏറ്റവും സുപ്രധാന വാണിജ്യ കവാടമായി വിഴിഞ്ഞം തുറമുഖം മാറുന്നതിന് ഔദ്യോഗിക തുടക്കം കുറിച്ച് സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി എക്സിം പ്രവർത്തനങ്ങൾക്ക് ചൊവ്വാഴ്ച തുടക്കമാകും. 18-ന് രാവിലെ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യും. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ മുഖ്യാതിഥിയാകും. തുറമുഖാധിഷ്ഠിത വ്യവസായ ലോജിസ്റ്റിക് വികസന പദ്ധതിയായ മിഷൻ സമുദ്രയും സംസ്ഥാന സർക്കാർ ചടങ്ങിൽ പ്രഖ്യാപിക്കും. ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുള്ള മെഡിക്കൽ പരിശീലനത്തിന് പ്രാധാന്യം നൽകണമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. ഉത്തരവാദിത്വപൂർണമായ രോഗീ പരിചരണത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളായ മുൻകൂട്ടിയുള്ള രോഗനിർണയം, സമയോചിത ചികിത്സ എന്നിവ അനുവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. വാതരോഗവുമായി ബന്ധപ്പെട്ട് സെമിനാർ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും പൊന്നോണക്കാലത്തിന് തുടക്കം കുറിച്ച് നാളെ ചിങ്ങം 1. കാർഷിക സമൃദ്ധിയുടെ അടയാളമായി നാളെ മലയാളി കർഷക ദിനവും ആഘോഷിക്കുന്നു. മുഖ്യമന്ത്രി VD സതീശൻ നാളെ എറണാകുളത്ത് ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യും. കർഷക പുരസ്കാരങ്ങളും വിതരണം ചെയ്യും. ഓണാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം നാളെ തിരുവനന്തപുരത്ത് ശ്രാവണ സംഗീതിക അവതരിപ്പിക്കും. വഴുതക്കാട് വിമൻസ് കോളേജിൽ രാവിലെ 10-നാണ് പരിപാടി. ഓണക്കാലത്ത് സുരക്ഷിത ഭക്ഷണം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായി മന്ത്രി K മുരളീധരൻ. ഭക്ഷ്യ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് വില ഉയരുന്ന സാഹചര്യമുണ്ടായാൽ 25,000 മെട്രിക് ടൺ അരി കൂടി വിപണിയിലെത്തിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാലത്തെ വില നിയന്ത്രണം ലക്ഷ്യമിട്ട് ആവശ്യത്തിന് അരിയും ഗോതമ്പും എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ഓണം വാരാഘോഷത്തിനൊരുങ്ങി തലസ്ഥാന നഗരി. വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടനം മറ്റന്നാൾ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ഈ മാസം 24 മുതൽ 30 വരെ വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികളാണ് നഗരത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓണപരീക്ഷയുടെ പേരിൽ വിദ്യാർത്ഥികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമൂഹമാധ്യമ ചാനലുകൾക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് DGPക്ക് പരാതി നൽകി. വിദ്യാർത്ഥികളുടെ പഠനത്തെയും പരീക്ഷയുടെ വിശ്വസനീയതയെയും നേരിട്ട് ബാധിക്കാവുന്ന വിഷയമായതിനാൽ ഓണപരീക്ഷകൾ പുരോഗമിക്കുന്ന ഈ ഘട്ടത്തിൽ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. ചിങ്ങം 1-ആയ നാളെ രാവിലെ 5-ന് ദർശനത്തിനായി നട തുറക്കും. 21-ന് നടയടയ്ക്കും. ലക്ഷദ്വീപിൽ വെള്ളിയാഴ്ച റബിയുൽ അവൽ മാസപ്പിറവി ദൃശ്യമായതോടെ നബിദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. വിവിധ ദ്വീപുകളിൽ ഖാസിമാർ, മദ്രസ കമ്മിറ്റികൾ, സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ നേതൃത്വത്തിൽ നിരവധി പേർ പങ്കെടുത്ത ഘോഷയാത്രകൾ സംഘടിപ്പിച്ചു. ജമ്മു പൂഞ്ച് ദേശീയപാതയിലെ സുങ്കൽ തുരങ്കം പൊതുജനങ്ങൾക്ക് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. രജൌരി, പൂഞ്ച്, നൌഷേര പ്രദേശങ്ങളിലേക്കുള്ള യാത്രാ സൌകര്യം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. ഇന്ത്യയുമായി സംയോജിപ്പിച്ചതിന്റെ സ്മരണയിൽ കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരി ഇന്ന് ഡേ ജൂറെ ട്രാൻസ്ഫർ ഡേ ആചരിച്ചു. പുതുച്ചേരിയിലെ കിഴൂരിൽ ആഭ്യന്തരമന്ത്രി A നമശിവായം ദേശീയ പതാക ഉയർത്തി. 1962 ഓഗസ്റ്റ് 16-നാണ് ഇന്ത്യയുമായുള്ള പുതുച്ചേരിയുടെ ലയനത്തിന് നിയമപരമായ അംഗീകാരം ലഭിച്ചത്. ഉത്തർപ്രദേശിലെ വാരാണസി വിമാനത്താവളത്തിൽ സുരക്ഷാ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനിടെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിലെ യാത്രക്കാരന്റെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിയുതിർന്നു. പരിക്കേറ്റ 2 സ്ക്രീനിംഗ് ഉദ്യോഗസ്ഥരെ പ്രഥമ ശുശ്രൂഷയ്ക്ക് ശേഷം ചികിത്സയ്ക്കായി വാരണാസിയിലെ ആശുപത്രിയിലേക്ക് മാറ്റി. സമുദ്ര അലങ്കാര മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് CMFRI നടത്തുന്ന ഗവേഷണ പ്രോജക്റ്റിൽ യങ് പ്രൊഫഷണലിന്റെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. കൂടുതൽ വിവരങ്ങൾക്ക് cmfri.org.in വെബ്സൈറ്റ് സന്ദർശിക്കുക. ശ്രീലങ്കയ്ക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2-ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 9 വിക്കറ്റിന് 460 റൺസ് എന്ന നിലയിൽ. ദേവദത്ത് പടിക്കൽ 167 റൺസ് നേടി പുറത്തായി.
ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ബംഗ്ലാദേശ് പുരുഷ ടീമിന് ചരിത്ര ജയം. ഇതാദ്യമായാണ് ഓസ്ട്രേലിയൻ മണ്ണിൽ ബംഗ്ലാദേശ് ടെസ്റ്റ് മത്സരം ജയിക്കുന്നത്. ഡാർവിനിൽ നടന്ന മത്സരത്തിൽ 9 വിക്കറ്റിനാണ് ഇന്ത്യയുടെ ജയം. 2 ഇന്നിംഗ്സിലുമായി ആകെ 9 വിക്കറ്റ് വീഴ്ത്തിയ ഹസൻ മഹ്മൂദാണ് കളിയിലെ താരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.